എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും DJN എഡ്യു ഹബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ജനിതക ശാസ്ത്രമാണ്. നമ്മുടെ 10ാം ക്ലാസ്സിലെ ബയോളജിയുടെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട്. നാളെയുടെ ജനിതകം. അതായത് ജനിതക ശാസ്ത്രത്തിന്റെ അവസാന ഭാഗം. ആദ്യത്തെ 2 ഭാഗം ഇനി നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ എടുക്കും. നമ്മുടെ കഴിഞ്ഞ UPSC എക്സാമിന് ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗമാണ് ആദ്യം എടുക്കുന്നത്. ഓക്കെ. സോ ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളായിരിക്കും വരിക. അതുകൊണ്ട് കൃത്യമായിട്ട് പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. 10ലെ ബയോളജിയുടെ 7ാമത്തെ ചാപ്റ്റർ ആണ് നാളെയുടെ ജനിതകം. നോക്കാം നമുക്ക്. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജൈവ സാങ്കേതിക വിദ്യയെ കുറിച്ചാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകാം ബയോടെക്നോളജി, ജൈവ സാങ്കേതിക വിദ്യ. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വാരി വലിച്ച് പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിൽ ഇല്ല, അത് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിച്ചാൽ മതി. ഒരിക്കലും ഈ ഭാഗത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പൊ എന്താണ് ജനിതക, എന്താണ് ജൈവ സാങ്കേതിക വിദ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ബയോടെക്നോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യന്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജി എന്ന് പറയും. എന്താണ്? സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യന്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജൈവ സാങ്കേതിക വിദ്യ. അതായത് ഒരു ബാക്ടീരിയയെ കൊണ്ട് മനുഷ്യന് ആവശ്യമായ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുക, ഇൻസുലിൻ ഉണ്ടാക്കിയെടുക്കുക, ബാക്കിയുള്ള പ്രോട്ടീനുകളെ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ സൂക്ഷ്മജീവികളെയും പിന്നീട് ജൈവ പ്രക്രിയകളെയും മനുഷ്യന്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജി. വേണമെങ്കിൽ ഇവിടുന്ന് ഒരു ചോദ്യം ചോദിക്കാം. ജൈവ സാങ്കേതിക വിദ്യയുടെ പിതാവ് ആരെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എഴുതി വെച്ചോണം കുട്ടികളെ, അത് കരോളി എർക്കിയാണ്. ഓക്കെ, എഴുതി വെച്ചോണം, കരോളി എർക്കി. അപ്പൊ കരോളി എർക്കി എന്നറിയപ്പെടുന്ന ഒരു ഹംഗേറിയൻ അഗ്രോണമിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ബയോടെക്നോളജി. അപ്പൊ സൂക്ഷ്മജീവികളെയും എന്താണ് ജൈവ പ്രക്രിയകളെയും മനുഷ്യന്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജി. ഇതിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി കരോളി എർക്കിയാണ്. ഓർത്തുവെക്കുക, ജൈവ സാങ്കേതിക വിദ്യയുടെ പിതാവാണെന്ത്? കരോളി എർക്കി. ഇനി ഈ ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഈ ബയോടെക്നോളജി ഇത്രമാത്രം ഡെവലപ്പ് ആകാൻ സഹായിച്ച മറ്റൊരു സാങ്കേതിക വിദ്യയുണ്ട്. അതാണ് ജനിതക എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് കാണപ്പെടുന്ന ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജി ഇത്രമാത്രം ഡെവലപ്പ് ആവാൻ കാരണമായ മറ്റൊരു സാങ്കേതിക വിദ്യയാണ് എന്ത്? ജനിതക എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ്. എന്താണ് ഈ ജനിതക എഞ്ചിനീയറിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിന്റെ കൂടി ഡെഫിനിഷൻ ഓർത്തു വെക്കുക. അതായത് ജീവികളുടെ ജനിതക ഘടനയിൽ അപലഷണീയമായ തരത്തിൽ മാറ്റം വരുത്തി, അപലഷണീയം മീൻ നമുക്ക് ആവശ്യമുള്ള തരത്തിൽ മാറ്റം വരുത്തുക. ഈ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ജനിതക ഘടനയിൽ ജനിതക ഘടനയിൽ അപലഷണീയമായ തരത്തിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണെന്ത്? ജനിതക എഞ്ചിനീയറിംഗ്. നമ്മൾ നേരത്തെ പഠിച്ച ജൈവ സാങ്കേതിക വിദ്യ എന്തായിരുന്നു? സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യന്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജൈവ സാങ്കേതിക വിദ്യ. എന്നാൽ ജീവികളുടെ ജനിതക ഘടനയിൽ അപലഷണീയമായ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണെന്ത്? ജനിതക എഞ്ചിനീയറിംഗ്. ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ജനിതക എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ, അതായത് ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും കഴിയുമെന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. അതായത് DNA-യിൽ നിന്ന്, ഒരു ജീവിയുടെ DNA-യിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ജീനുകളെ മുറിച്ചെടുക്കാം. ആ മുറിച്ചെടുക്കുന്ന ജീനെ നമുക്ക് മറ്റൊരു ജീവിയുടെ DNA-യിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയും. അപ്പൊ ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും കഴിയുമെന്നതാണ് ജനിതക എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ എക്സാമിന് ചോദിക്കാം നിങ്ങൾക്ക്, ആരാണ് ജനിതക എഞ്ചിനീയറിംഗിന്റെ പിതാവ് ആരെന്ന് ചോദിക്കാം. എഴുതി വെച്ച കുട്ടികളെ, ജനിതക എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണെന്ത്? പോൾ ബെർഗ് എന്ന് പറയും. എന്താണ് പേര് പറഞ്ഞേ? പോൾ ബെർഗ്. ഓക്കെ. സോ പോൾ ബെർഗ് ആണ് ജനിതക എഞ്ചിനീയറിംഗിന്റെ പിതാവ്. ആരാണ്? പോൾ ബെർഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജൈവ സാങ്കേതിക വിദ്യയാണെങ്കിൽ കരോളി എർക്കിയാണ്. എന്നാണെങ്കിൽ നമ്മുടെ ജനിതക എഞ്ചിനീയറിംഗിന്റെ പിതാവ് ആരാണത്? പോൾ ബെർഗ്. എന്താണ്? പോൾ ബെർഗ്. സോ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടുപേരുടെയും എന്താണ് പിതാക്കന്മാരുടെ പേര് കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ അവിടുന്ന് ചോദിക്കുന്ന ചോദ്യം.
ഇനി നമ്മള് ഇവിടെ പഠിക്കാൻ പോകുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ ജൈവ സാങ്കേതിക വിദ്യയിലൂടെ നമ്മുടെ മനുഷ്യന് ആവശ്യമായ ഇൻസുലിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന്റെ ഒരു ഡയഗ്രം ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഡയഗ്രം ഒന്നും നിങ്ങൾ അത്ര ഡീറ്റെയിലേക്കൊന്നും പഠിക്കണ്ട. നമുക്കറിയാം ഇവിടെ ചെയ്യുന്നത് നമ്മുടെ മനുഷ്യകോശത്തിൽ നിന്ന് നമ്മളുടെ DNA-യിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാക്കുന്ന ജീനുകളെ മുറിച്ചെടുക്കുന്നു. മനുഷ്യന്റെ DNA വെറുതെ കേട്ടിരുന്നാൽ മതി കേട്ടോ. കാരണം ഒന്നും പഠിക്കണ്ട. ഇപ്പൊ നമ്മുടെ കോശത്തിൽ നിന്ന് ആദ്യം DNA വേർതിരിക്കുന്നു. നമ്മുടെ കോശത്തിൽ നിന്ന് ആദ്യം DNA വേർതിരിക്കുന്നു. ആ DNA-യിൽ നിന്ന് ആരെ മുറിച്ചെടുക്കുന്നു? ഇൻസുലിൻ ഉത്പാദക ജീനിനെ മുറിച്ചെടുക്കുന്നു. മക്കളെ ഈ DNA-യിൽ നിന്ന് ഈ ജീനെ മുറിച്ചെടുക്കണമെങ്കിൽ നമുക്കെന്താണ് നോർമൽ കത്രികയൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എൻസൈമിനെയാണ് ആ എൻസൈമിന്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയും. അപ്പൊ പല എക്സാംസിനും ചോദിച്ചിട്ടുണ്ട് ജീനുകളെ മുറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആണ്. എന്താ കുട്ടികളെ എൻസൈമിന്റെ പേര് പറഞ്ഞേ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആണ്. നമ്മൾ ഇതിനെയാണ് ജനിതക കത്രിക എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ മോളിക്കുലർ കത്രിക എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമ്മളുടെ മനുഷ്യന്റെ DNA-യിൽ നിന്ന് ഇൻസുലിൻ ഉത്പാദക ജീനുകളെ മുറിച്ചെടുക്കുന്നു. അതൊരു എൻസൈമിന്റെ സഹായത്തോടു കൂടിയാണ്. അങ്ങനെ ജീനുകളെ മുറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഈ എൻസൈമുകളെ വിളിക്കുന്ന പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. അപ്പൊ എക്സാമിന് ചോദിക്കാം, ജീനുകളെ മുറിച്ചെടുക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, ജനിതക കത്രിക അല്ലെങ്കിൽ മോളിക്കുലർ കത്രിക എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? നമ്മളുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. കിട്ടിയല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളുടെ ജീനിനെ നമ്മൾ ഇൻസുലിൻ ഉത്പാദക ജീനിനെ നമ്മൾ മുറിച്ചെടുക്കുന്നു. നമ്മൾ ഈ മുറിച്ചെടുക്കുന്ന DNA നമുക്ക് നേരിട്ട് നമുക്ക് ബാക്ടീരിയയിലേക്ക് കൊടുക്കാൻ കഴിയില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ബാക്ടീരിയയിൽ തന്നെ കാണപ്പെടുന്ന വൃത്താകൃതിയിലുള്ള ഒരു DNA ഉണ്ട്. നമ്മൾ ആ DNA വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡ് DNA എന്ന് പറയും. ഇപ്പൊ ഞാൻ ഡയഗ്രം വരയ്ക്കാം, നിങ്ങൾ നോക്ക്. ഇതൊരു ബാക്ടീരിയ ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ബാക്ടീരിയക്ക് സ്വന്തമായിട്ടൊരു DNA ഉണ്ട്. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു നമ്മുടെ DNA പോലെ തന്നെ ബാക്ടീരിയക്കും ഒരു DNA ഉണ്ട്. നമ്മൾ ഈ DNA ജീനോമിക് DNA എന്നൊക്കെ വിളിക്കാറുണ്ട്. നമ്മുടെ DNA പോലെ തന്നെയാണ് ജീനോമിക് DNA. ഓക്കെ, ഇതാണ് ജീനോമിക് DNA. നമ്മുടെ DNA പോലെ തന്നെ ബാക്ടീരിയക്കും ഒരു DNA ഉണ്ട്. ഈ DNA ആണ് ജീനോമിക് DNA. ഈ ജീനോമിക് DNA കൂടാതെ ബാക്ടീരിയയുടെ കോശദ്രവ്യത്തില് വൃത്താകൃതിയിലുള്ള DNA-കളുണ്ട്. നമ്മൾ ഈ DNA-കളെയാണ് കുട്ടികൾ പ്ലാസ്മിഡ് DNA-കൾ എന്ന് വിളിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, പ്ലാസ്മിഡ് DNA. അപ്പൊ ജീനോമിക് DNA കൂടാതെ ബാക്ടീരിയയുടെ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന വൃത്താകൃതിയിലുള്ള DNA-കളുണ്ട്. ഈ DNA-കളെ വിളിക്കുന്നവരാണ് പ്ലാസ്മിഡ് DNA എന്ന് പറയും. അപ്പൊ പ്ലാസ്മിഡ് DNAയുടെ പ്രത്യേകത ചോദിച്ചാൽ എവിടെയാ? അത് ബാക്ടീരിയയുടെ കോശദ്രവ്യത്തിലാണ് കാണപ്പെടുന്നത്, വൃത്താകൃതിയിലാണ്, സ്വയം ഇരട്ടിക്കൽ പ്രക്രിയ സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. സ്വയം ഇരട്ടിക്കൽ പ്രക്രിയയുള്ള ഒരു DNA ആണ് പ്ലാസ്മിഡ് DNA. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ ആരെ വേർതിരിക്കുന്നു? നമ്മൾ ഈ പ്ലാസ്മിഡ് DNA വേർതിരിക്കുന്നു. അതാണ് നിങ്ങൾ ഡയഗ്രത്തിൽ കാണുന്നത്. വൃത്താകൃതിയിലുള്ള പ്ലാസ്മിഡ് DNA ബാക്ടീരിയയിൽ നിന്ന് വേർതിരിക്കുന്നു. കണ്ടല്ലോ, പ്ലാസ്മിഡിനെ വേർതിരിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത ഈ ഇൻസുലിൻ ഉത്പാദക ജീൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഈ പ്ലാസ്മിഡ് DNA-യിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. മക്കളെ, ഇവിടെ കൂട്ടിച്ചേർക്കണമെങ്കിൽ ഇവിടെ ഏത് എൻസൈം വേണം? മറ്റൊരു എൻസൈം വേണം. ആ എൻസൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിഗൈസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ലിഗൈസ്. അപ്പൊ ജീനുകളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന, ജീനുകളെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിഗൈസ്. നിങ്ങൾ തിയറി പാർട്ടുകളൊന്നും പഠിക്കണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. പിന്നെ മെയിൻ പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഇത് ജീനുകളെ മുറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ആണെങ്കിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ജീനുകളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ആണെങ്കിൽ, അല്ലെങ്കിൽ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം എന്താണത്? ലിഗൈസ് ആണ്. അതുകൊണ്ട് ലിഗൈസിനെ നമ്മൾ ജനിതക പശ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മോളിക്കുലാർ പശ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ജനിതക പശ അല്ലെങ്കിൽ മോളിക്കുലാർ പശ എന്നറിയപ്പെടുന്ന എൻസൈം ആണെന്ത്? ലിഗൈസ്. ഈ രണ്ട് എൻസൈമുകളുമാണ് നമ്മുടെ ജനിതക എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇവിടുന്ന് മുറിച്ചെടുത്ത ജീനെ, ഇല്ലയോ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഉപയോഗിച്ച് മുറിച്ചെടുത്ത ജീനെ നമ്മൾ ബാക്ടീരിയയുടെ പ്ലാസ്മിഡിലോട്ട് കൂട്ടിച്ചേർത്ത് വെച്ചു. ആരുടെ സഹായത്തോടു കൂടി? ലിഗൈസിന്റെ സഹായത്തോടു കൂടി, ഇല്ലയോ? അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? അത് ബാക്ടീരിയയിലേക്ക് കൊടുക്കുന്നത്. നിങ്ങൾ ഈക്വളെ ബാക്ടീരിയ എന്ന് കേട്ടിട്ടുണ്ടാകാം. എസ്ചെരീഷ്യ കൊളൈ, ഈക്വളെ ബാക്ടീരിയ. നമ്മൾ ആ ഈക്വളെ ബാക്ടീരിയയിലേക്ക് കൊടുക്കുന്നു.
അപ്പൊ ഇവിടെ കഴിഞ്ഞ നമ്മുടെ എക്സാമിന് വന്ന ചോദ്യം ഇങ്ങനെയാണ്. അതായത് ജീനുകളെ ആതിഥേയ കോശങ്ങളിലോട്ട് കടത്തിവിടാൻ സഹായിക്കുന്ന വാഹകരായിട്ട് ഉപയോഗിക്കുന്ന ആരെയാണ്? പ്ലാസ്മിഡുകളെയാണ്. ഇല്ലയോ? അപ്പൊ നമ്മുടെ ജീൻ ഏതാണ്? ഇൻസുലിൻ ഉത്പാദക ജീനാണ്. അല്ലേ? ആ ഇൻസുലിൻ ഉത്പാദക ജീനെ നമുക്ക് നേരിട്ട് ബാക്ടീരിയയിലേക്ക് കൊടുക്കാൻ കഴിയില്ല. അതിനുവേണ്ടി നമുക്ക് മറ്റൊരാളുടെ സഹായം വേണ്ടി വന്നു. ആ ആളല്ലേ പ്ലാസ്മിഡ്. അല്ലേ? അപ്പൊ നമുക്ക് ആവശ്യമുള്ള ജീനെ നമ്മൾ പ്ലാസ്മിഡിലോട്ട് കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ ബാക്ടീരിയയിലേക്ക് കൊടുക്കുന്നു. അങ്ങനെയല്ലേ കുട്ടികളെ? നമുക്ക് ആവശ്യമുള്ള ജീനെ നമ്മൾ പ്ലാസ്മിഡിലോട്ട് കൂട്ടിച്ചേർത്തിട്ട് എവിടേക്ക് കൊടുക്കുന്നു? ബാക്ടീരിയയിലേക്ക് കൊടുക്കുന്നു. അപരിഷ്ണീയമായ ജീനുകളെ ആതിഥേയ ജീവികളിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്ന വാഹകരാണ് ആരെന്നറിയപ്പെടുന്നത്? പ്ലാസ്മിഡുകൾ എന്നറിയപ്പെടുന്നത്. ഇതായിരുന്നു 2020 UPSCയുടെ ചോദ്യം. ചോദ്യം നമ്മൾ അവസാനം പരിചയപ്പെടാം. കിട്ടിയല്ലോ? ഇനി നമ്മൾ ആ ബാക്ടീരിയ നമ്മൾ വളർച്ചാ മീഡിയത്തിൽ നമ്മൾ അതിനെ വളർത്തിയെടുക്കുന്നു. ഇല്ലയോ? അങ്ങനെ അവിടുന്ന് നമുക്ക് പ്രവർത്തന സജ്ജമല്ലാത്ത ഇൻസുലിനെയാണ് കിട്ടുന്നത്. കേട്ടോ? ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിനെയാണ് കിട്ടുന്നത്. നമ്മളത് പിന്നീട് തന്നെ പ്രവർത്തന സജ്ജമാക്കി മാറ്റുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടുന്ന് വരുന്ന ചോദ്യങ്ങൾ ഞാനൊന്ന് പറയാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോ. ജീനുകളെ മുറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആണ്. ജനിതക കത്രിക അല്ലെങ്കിൽ മോളിക്കുലർ കത്രിക എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആണ്. ജീനുകളെ വിളക്കിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? ലിഗൈസ് ആണ്. ജനിതക പശ അല്ലെങ്കിൽ മോളിക്കുലർ പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? ലിഗൈസ് ആണ്. അപരിഷ്ണീയമായ ജീനുകളെ ആതിഥേയ കോശങ്ങളിലോട്ട് കടത്തിവിടാനായിട്ട് ഉപയോഗിക്കുന്ന വാഹകർക്ക് ഉദാഹരണം ഏതാണ്? പ്ലാസ്മിഡുകളാണ്. ഇനി മനുഷ്യൻ ഇൻസുലിൻ ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിച്ച സൂക്ഷ്മജീവി ഏതാണ്? ബാക്ടീരിയയാണ്. ചോദ്യ എക്സാമിൽ ചോദിക്കാം. മനുഷ്യ ഇൻസുലിനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ച സൂക്ഷ്മജീവി ഏതാണ്? അത് ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ പേരാണ് ഈക്കോളെ അല്ലെങ്കിൽ എസ്ചെരീഷ്യ കോളെ എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ഒരു പോയിന്റ് കൂടി ഓർത്തു വെച്ചോളൂ. ബാക്ടീരിയ ഉണ്ടാക്കിയെടുക്കുന്ന ഇൻസുലിൻ പ്രവർത്തന സജ്ജമല്ലാത്ത ഇൻസുലിൻ ആയിരിക്കും. നമ്മൾ അതിനെ പിന്നീട് പ്രവർത്തന സജ്ജമാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയുമായിരിക്കും ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. സ്റ്റേറ്റ്മെന്റുകൾ വരാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഓൾറെഡി ഈ പോയിന്റുകൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ്? മനുഷ്യ ജീനോം പദ്ധതി, ഹ്യൂമൻ ജീനോം പ്രോജക്ട്. ഇവിടുന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയത്. ഈ മനുഷ്യ ജീനോം പദ്ധതി അത് എന്താണെന്നൊന്നും എക്സാമിൽ ചോദിക്കാനുള്ള സാധ്യതയില്ല. എങ്കിലും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. എന്താണ് ജീനോം എന്ന് പറഞ്ഞാൽ അറിയാമോ? അതായത് ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീനോം എന്ന് വിളിക്കുന്നത്. ഒരു ജീവിയിൽ എത്ര DNA ഉണ്ടോ? ഒരു ജീവിയിൽ എത്ര DNA ഉണ്ടോ? ഒരു ജീവിയിൽ അടങ്ങിയിരിക്കുന്ന മൊത്തം ജനിതക വസ്തു ടോട്ടൽ DNA കൗണ്ട് എന്ന് പറയും. ഒരു ജീവിയിൽ അടങ്ങിയിരിക്കുന്ന മൊത്തം ജനിതക വസ്തു അല്ലെങ്കിൽ DNA ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിന്റെ ജീനോം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യ ജീനോമിനെ കുറിച്ച് പഠിക്കാനായിട്ട് അതായത് നമ്മൾക്ക് എത്ര ജീനുകളുണ്ട്? ജീനുകൾ ക്രോമസോമിൽ എവിടെയാണ് ഇരിക്കുന്നത്? ജീനുകളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആരംഭിച്ച ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു എന്ത്? മനുഷ്യ ജീനോം പദ്ധതി അല്ലെങ്കിൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. മക്കളെ ഇത് ആരംഭിച്ച വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കുക. 1900-ലാണ്. 1990-ലാണ്. 1990s-ലാണ് കേട്ടോ. 1990-ലാണ് ഇത് ആരംഭിക്കുന്നത്. ഇത് അവസാനിക്കുന്നത് 2003-ലാണ്. ഈ ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു ജീവിയിൽ അടങ്ങിയിരിക്കുന്ന മൊത്തം ജനിതക വസ്തുവിനെ നമ്മൾ ജീനോം എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചാൽ എത്ര ജീനുകളുണ്ട് മനുഷ്യ ജീനോമില്? ഈ ജീനുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഇവരുടെ ധർമ്മം എന്താണ്? ഇതിനൊക്കെ വേണ്ടി ആരംഭിച്ച ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു മനുഷ്യ ജീനോം പദ്ധതി. ഇത് ആരംഭിച്ച വർഷം 1990-ലാണ്. അവസാനിച്ചത് 2003-ലാണ്. ഇതിന്റെ ആദ്യ ഡയറക്ടർ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ എന്താണ്? ജെയിംസ് വാട്സൺ ആണ്. കൃത്യമായിട്ട് പഠിച്ചോണം. ആരാണത്? ജെയിംസ് വാട്സൺ ആണ്. സോ ഹ്യൂമൻ ജീനോം പ്രൊജക്ടിന്റെ ആദ്യ ഡയറക്ടർ ആരാണത്? ജെയിംസ് വാട്സൺ. നിങ്ങൾക്ക് ആ വ്യക്തിയെ പരിചയമുണ്ടാകാം. നമ്മൾ DNA-യുടെ പിരിയൻ കോവിഡ് മാതൃക കണ്ടെത്തിയ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നല്ലേ? ആ ജെയിംസ് വാട്സൺ തന്നെയായിരുന്നു മനുഷ്യ ജീനോം പദ്ധതിയുടെ ആദ്യ ഡയറക്ടർ. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഒരിക്കൽ LD എക്സാമിൽ വന്നിട്ടുണ്ട്. ചോദ്യം എങ്ങനെയാണെന്നറിയാമോ? ആരുടെ രക്തസാമ്പിളുകളാണ് മനുഷ്യ ജീനോം പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ചത്? ചോദ്യം ഒന്നുകൂടെ പറയാം. ഏത് ശാസ്ത്രജ്ഞന്റെ രക്തസാമ്പിളുകളാണ് മനുഷ്യ ജീനോം പദ്ധതിക്കായി ഉപയോഗിച്ചത് എന്നൊരിക്കൽ LD എക്സാമിൽ ചോദിച്ചു. മക്കളെ അതാണ് ജെയിംസ് വാട്സന്റെ തന്നെയാണത്. അദ്ദേഹമായിരുന്നു ആദ്യ ഡയറക്ടർ. ഓക്കെ. ഇനി പറയാൻ പോകുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അതായത് നമുക്കറിയാം ജീനുകളൊക്കെ, അതായത് നമ്മുടെ DNA യിലാണ് ഇരിക്കുന്നത് അല്ലെ? DNA എവിടെയാണ്? ക്രോമസോമിന്റെ ഭാഗമാണ്. അതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാകും. ജീനുകൾ DNA യുടെ ഭാഗമാണ്. DNA ഇരിക്കുന്നത് ക്രോമസോമിലാണ്. ഒന്നുകൂടെ പറയാം. ജീനുകൾ DNA യുടെ ഭാഗമാണ്. DNA ഇരിക്കുന്നത് ക്രോമസോമിലാണ്. അതായത് DNA യിൽ ജീനുകൾ എവിടെ കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിച്ച ഒരു സാങ്കേതിക വിദ്യയാണ് എന്ത്? ജീൻ മാപ്പിംഗ് എന്ന് പറയും. ഇത് ഒരിക്കൽ എക്സാമിന് വന്നിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അതായത് ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിന്റെ സ്ഥാനം DNA യിൽ എവിടെയാണ്? അതായത് ജീനുകൾ DNA യിൽ എവിടെയാണ് ഇരിക്കുന്നത്? ജീനുകൾ DNA യിൽ എവിടെയാണ് ഇരിക്കുന്നത്? അല്ലെങ്കിൽ DNA യിലെ ജീനുകളുടെ സ്ഥാനം എവിടെയാണ്? ഓരോ ജീനുകളും എവിടെ എവിടെ കാണപ്പെടുന്നു? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ആരംഭിച്ച ഒരു സാങ്കേതിക വിദ്യയാണ് എന്ത്? ജീൻ മാപ്പിംഗ്. ഈ ജീൻ മാപ്പിംഗിന്റെ പിതാവാണ് ആൽഫ്രഡ് സ്റ്റഡ്വണ്ട്. അത് നിങ്ങൾ എഴുതി വെക്കേണ്ട പോയിന്റ് ആണ് കുട്ടികളെ. ആൽഫ്രഡ് സ്റ്റഡ്വണ്ട് എഴുതി വെച്ചോ. നമ്മൾ +2 ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നുണ്ട് ആൽഫ്രഡ് സ്റ്റഡ്വണ്ട്. ആൽഫ്രഡ് സ്റ്റഡ്വണ്ട് ആണ് എന്തിന്റെ പിതാവ് എന്ന് പറയുന്നത്? ജീൻ മാപ്പിംഗിന്റെ പിതാവ്. ഓക്കെ. നിങ്ങൾ TH മോർഗനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ ഇനി വരുന്ന സെക്ഷനിൽ പഠിക്കും നമ്മൾ TH മോർഗൻ. ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജെനറ്റിക്സ് എന്ന് പറയും അല്ലെ? പരീക്ഷണാത്മക ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ്. അല്ലെങ്കിൽ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജെനറ്റിക്സ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എന്ത്? TH മോർഗൻ. TH മോർഗൻ. TH മോർഗൻ. അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ആര്? നമ്മളുടെ ആൽഫ്രഡ് സ്റ്റഡ്വണ്ട്. അദ്ദേഹമാണ് ജീൻ മാപ്പിക്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കിട്ടിയല്ലോ. ഇനി നമ്മളുടെ ജീനോം പരിശോധിച്ചു കഴിഞ്ഞാൽ, അതായത് മനുഷ്യ DNA യില് പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീനുകളുണ്ട്. അപ്പൊ നമ്മൾ DNA എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ജീനോം എടുത്തു കഴിഞ്ഞാൽ, അതിൽ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ ജീനുകളുണ്ട്. അവരെ നമ്മൾ സജീവ ജീനുകൾ എന്ന് പറയും. പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യം ഇല്ലാത്ത, ഉപയോഗിക്കാത്ത ജീനുകളുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജങ്ക് ജീനുകൾ എന്ന് പറയും. ഇതുകൂടി മനസ്സിലാക്കി വെച്ചോളൂ. അപ്പൊ നമ്മൾ DNA യില് പ്രോട്ടീൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ജീനുകളെ വിളിക്കുന്ന പേരെന്താ? സജീവ ജീനുകൾ എന്ന് പറയും. സജീവ ജീനുകൾ എന്ന് പറയും. പോയിന്റുകൾ എഴുതി വെക്കണം. ഓക്കെ. നമ്മുടെ DNA യില് പ്രോട്ടീൻ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന ജീനുകളെ വിളിക്കുന്ന പേരെന്താ? സജീവ ജീനുകൾ എന്ന് പറയും. എന്നാൽ നമ്മുടെ DNA യില് പ്രോട്ടീൻ നിർമ്മിക്കാൻ ഉപയോഗിക്കാത്ത ജീനുകളുണ്ട്. അവരെ വിളിക്കുന്നവരാണ് ജങ്ക് ജീനുകൾ. എന്താ വിളിക്കുന്നവര്? ജങ്ക് ജീനുകൾ എന്ന് പറയും. എന്താ വിളിക്കുന്നവര്? ജങ്ക് ജീനുകൾ. അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? അപ്പൊ എന്തൊക്കെ പോയിന്റുകൾ ഞാൻ പറഞ്ഞു, ആ പോയിന്റുകളൊക്കെ നിങ്ങൾ കിട്ടിയോ എന്ന് കൃത്യമായിട്ട് നോക്കണേ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് മനുഷ്യന്റെ ജീനോം എന്ന് പറഞ്ഞു. എന്താണ് ജീനോം എന്ന് പറഞ്ഞാൽ? ഒരു ജീവിയിൽ അടങ്ങിയിരിക്കുന്ന മൊത്തം ജനിതക വസ്തുവിനെയാണ് ജീനോം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീനോമിനെ കുറിച്ച് പഠിക്കാൻ ആരംഭിച്ച ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു മനുഷ്യ ജീനോം പദ്ധതി, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ആരംഭിച്ച വർഷം 1990, അവസാനിച്ച് 2003-ലാണ്. ഇതിന്റെ ആദ്യ ഡയറക്ടർ ആരായിരുന്നു? നമ്മളുടെ ജെയിംസ് വാട്സൺ ആയിരുന്നു. ഈ ജെയിംസ് വാട്സന്റെ രക്തസാമ്പിളുകളാണ് ഹ്യൂമൻ ജീനോം പദ്ധതിക്ക് വേണ്ടി ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അത് എക്സാമിന് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ DNA-യിലെ ജീനുകൾ എവിടെ കാണപ്പെടുന്നു? ഇത് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയായിരുന്നു ജീൻ മാപ്പിംഗ്. ജീൻ മാപ്പിംഗിന്റെ പിതാവ് ആരായിരുന്നു കുട്ടികളെ? ആൽഫ്രഡ് സ്റ്റഡ്വണ്ട് ആണ്. ആൽഫ്രഡ് സ്റ്റഡ്വണ്ട്. DNA-യില് പ്രോട്ടീൻ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജീനുകളെ നമ്മൾ സജീവ ജീനുകൾ എന്ന് പറയുന്നു. പ്രോട്ടീൻ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാത്ത ജീനുകളെ നമ്മൾ ജങ്ക് ജീനുകൾ, എന്താണത്? ജങ്ക് ജീനുകൾ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്കിനി അടുത്ത ഭാഗത്തോട്ട് പോകാം. ഇതാണ് ജീൻ തെറാപ്പി. നമ്മുടെ ജനിതക എഞ്ചിനീയറിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ആണ് എന്ത്? ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ ജീൻ ചികിത്സ എന്നൊക്കെ പറയും. ജീൻ ചികിത്സ അല്ലെങ്കിൽ ജീൻ തെറാപ്പി എന്ന് പറയും. കേട്ടോ. അപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് എക്സാം. നിങ്ങൾ സ്റ്റേറ്റ്മെന്റുകളൊന്നും തിരക്കി പോകണ്ട ഇവിടെ കേട്ടോ. ഒന്നും വരത്തില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളായിരിക്കും. എന്താണ് ഈ ജീൻ തെറാപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. നോക്കൂ കുട്ടികളെ, രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായ ജീനുകളെ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് എന്ത്? ജീൻ തെറാപ്പി. ഇപ്പൊ നമ്മുടെ DNA ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇപ്പൊ ഇത് നമ്മളുടെ DNA ആണ്. നമ്മളുടെ DNA ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ DNA-യിലേക്ക് എന്താണത്? ഈ പറഞ്ഞിരിക്കുന്ന രോഗത്തിന് കാരണമായ ജീനുകളുണ്ട് അല്ലെ? നമുക്കറിയാം പല ജനിതക രോഗങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സിക്കിൾ സെൽ അനീമിയ, ഹിമോഫീലിയ അല്ലെ? വർണ്ണാന്തത, ഇതൊക്കെ ജനിതക രോഗങ്ങളാണ്. ഇതിനൊക്കെ കാരണമാകുന്ന ചില ജീനുകളുണ്ട്. ഈ ജീനുകളെയൊക്കെ നമ്മൾ അങ്ങ് എടുത്തങ്ങ് മാറ്റും. എന്നിട്ട് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യും? നോർമൽ ജീനുകൾ എടുത്തു വെക്കും. ഇതിനെയാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്.
ഇപ്പൊ രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റി DNA-യിൽ നിന്ന് രോഗമുണ്ടാക്കുന്ന ജീനുകളെ എടുത്ത് മാറ്റിയിട്ട് അവിടേക്ക് നമ്മൾ പുതിയ ജീനുകളെ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമായ ജീനുകളെ എടുത്തു വെക്കുന്ന രീതിയാണെന്ത് ജീൻ തെറാപ്പി അല്ലെങ്കിൽ ജീൻ ചികിത്സ. മക്കളെ ഇതിന്റെ പിതാവാണ് ആൻഡേഴ്സൺ. എഴുതി വെച്ചോ നിങ്ങള്. അപ്പൊ ജീൻ തെറാപ്പിയുടെ അല്ലെങ്കിൽ ജീൻ ചികിത്സയുടെ പിതാവാണ് ആര്? ആൻഡേഴ്സൺ. അപ്പൊ നമ്മൾ കുറെ പിതാക്കന്മാരെ കുറിച്ച് പഠിച്ചില്ലേ? നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ജൈവ സാങ്കേതിക വിദ്യയുടെ പിതാവ് കരോളി എർക്കിയാണ്. ജനിതക എഞ്ചിനീയറിംഗിന്റെ പിതാവ് ആരായിരുന്നു? പോൾ ബെർഗ് ആയിരുന്നു. ഇനി മനുഷ്യ ജീനോം പദ്ധതിയുടെ ആദ്യ ഡയറക്ടർ ആരായിരുന്നു? ജെയിംസ് വാട്സൺ ആയിരുന്നു. ജീൻ മാപ്പിംഗിന്റെ പിതാവ് ആരായിരുന്നു? ആൽഫ്രഡ് സ്റ്റഡ്വെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ജീൻ തെറാപ്പിയുടെ പിതാവ് ആരാണത്? ആൻഡേഴ്സൺ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമ്മള് ജനിതക പരിഷ്കാരം വരുത്തിയ ചില മൃഗങ്ങളെയും വിളകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ടേബിൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ജനിതക പരിഷ്കാരം വരുത്തിയ അല്ലെങ്കിൽ ജനിതക എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില പ്രോട്ടീനുകളെ കുറിച്ചാണ്. അതിലൊരു പ്രോട്ടീനാണ് ഇന്റർഫെറോണുകൾ. ഇവര് വൈറൽ രോഗങ്ങൾക്ക് എതിരായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ജനിതക എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണെന്ത്? ഇന്റർഫെറോണുകൾ. ഇന്റർഫെറോണുകൾ വൈറൽ രോഗങ്ങൾക്കെതിരെയാണ് ഉപയോഗിക്കുന്നത്. പഠിക്കണേത്. ഇനി അടുത്തയാണ് ഇൻസുലിൻ. നിങ്ങൾക്കറിയാം നമ്മൾ ബാക്ടീരിയയിലേക്ക് മനുഷ്യന്റെ ജീനുകളെ കടത്തിവിട്ടു പ്ലാസ്മിഡുകളുടെ സഹായത്തോടു കൂടി ഇൻസുലിൻ ഉണ്ടാക്കിയെടുത്തു ഇല്ലയോ? അത് പ്രമേഹത്തിനെതിരായിട്ടാണ് ഉപയോഗിക്കുന്നത്. എൻഡോർഫിൻ പഠിക്കേണ്ട പോയിന്റ് ആണ്. അപ്പൊ ജനിതക എഞ്ചിനീയറിംഗ് വഴി നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു പ്രോട്ടീൻ ആണ് എൻഡോർഫിൻ. എൻഡോർഫിൻ വേദനയ്ക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ്. നിങ്ങൾ മോർഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ? മോർഫിൻ നമുക്കറിയാം വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നതല്ലേ മോർഫിന്. കിട്ടും നിങ്ങൾക്ക് എൻഡോർഫിൻ. മോർഫിൻ, എൻഡോർഫിൻ വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ആണ്. അടുത്ത സൊമാറ്റോട്രോപിൻ ആണ് വളർച്ചാ വൈകല്യങ്ങൾ. നമുക്കറിയാം നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മുടെ പീയൂഷഗ്രന്ഥി ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ അല്ലേ സൊമാറ്റോട്രോപിൻ, വളർച്ചാ ഹോർമോൺ അല്ലേ? അതുണ്ടാക്കാത്ത ചില ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ കൊടുക്കാനായിട്ട് നമ്മൾ ജനിതക എഞ്ചിനീയറിംഗ് വഴി സൊമാറ്റോട്രോപിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് വളർച്ചാ വൈകല്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇന്റർഫെറോണുകൾ വൈറൽ രോഗങ്ങൾക്കെതിരെയാണ്. ഇൻസുലിൻ പ്രമേഹത്തിനെതിരെയാണ്. എൻഡോർഫിൻ വേദനയ്ക്കെതിരെയാണ്. സൊമാറ്റോട്രോപിൻ വളർച്ചാ വൈകല്യങ്ങൾക്കെതിരെയാണ്. ഇതൊക്കെ നമ്മൾ ജനിതക എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില പ്രോട്ടീനുകളാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ ഇന്റർഫെറോണുകൾ ആണെങ്കിൽ വൈറൽ രോഗങ്ങൾക്കെതിരാണ്. എൻഡോർഫിൻ ആണെങ്കിൽ വേദന സംഹാരിയാണ്. ഇൻസുലിൻ ആണെങ്കിൽ പ്രമേഹത്തിനെതിരെയാണ്. സൊമാറ്റോട്രോപിൻ ആണെങ്കിൽ വളർച്ചാ വൈകല്യങ്ങൾക്കെതിരെയാണ്. കിട്ടിയല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കുട്ടികളെ. എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ. നോക്കാം നമുക്ക്. പോയിന്റ്സുകൾ കൃത്യമായിട്ട് എഴുതി വെച്ചോണം നിങ്ങൾ കേട്ടോ. ഇനി ഈ ജനിതക പരിഷ്കാരം വരുത്തിയ ചില സസ്യങ്ങളെയും ജന്തുക്കളെ കുറിച്ചൊക്കെ എക്സാമിന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ പഠിച്ചോളൂ. ജനിതക പരിഷ്കാരം വരുത്തിയ എണ്ണ കുടിക്കുന്ന ബാക്ടീരിയകൾ അറിയാമോ നിങ്ങൾക്ക് എന്താണെന്ന്? സൂപ്പർ ബഗുകൾ എന്ന് പറയും. എഴുതി വെക്കേണ്ട കാര്യമാണ് സൂപ്പർ ബഗുകൾ എന്ന് പറയും അല്ലെ? നമ്മുടെ എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അല്ലെ? അപ്പൊ എഴുതി വെക്കണം. ജനിതകമാറ്റം വരുത്തിയ എണ്ണ കുടിക്കുന്ന ബാക്ടീരിയകൾക്ക് ഉദാഹരണങ്ങളാണ് സൂപ്പർ ബഗുകൾ. ജനിതകമാറ്റം വരുത്തിയ എണ്ണ കുടിക്കുന്ന ബാക്ടീരിയകൾക്ക് ഉദാഹരണമാണ് സൂപ്പർ ബഗുകൾ. സൂപ്പർ ബഗുകളെ ആരാ വികസിപ്പിച്ചെടുത്തത്? നിങ്ങൾക്കറിയാം 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇദ്ദേഹത്തിന്റെ പിക്ചർ സഹിതമുണ്ട് ഇല്ലയോ? ആരായിരുന്നു? ആനന്ദ് മോഹൻ ചക്രബർത്തിയാണ്. എന്താ ആളുടെ പേര്? ആനന്ദ് മോഹൻ ചക്രബർത്തി. ആനന്ദ് മോഹൻ ചക്രബർത്തി. ഇന്ത്യൻ ഒറിജിനായ ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. അപ്പൊ നമ്മൾ ജനിതക പരിഷ്കാരം വരുത്തിയ കുറെ ജീവികളെ കുറിച്ച് പഠിക്കുന്നു. അതിൽ ആദ്യം പഠിക്കാൻ വന്ന സൂപ്പർ ബഗുകളാണ്. എന്താ സൂപ്പർ ബഗുകൾ? ജനിതക മാറ്റം വരുത്തിയ എണ്ണ കുടിക്കുന്ന ബാക്ടീരിയകളാണ് എന്ത്? സൂപ്പർ ബഗുകൾ. വികസിപ്പിച്ചെടുത്തത് ആനന്ദ് മോഹൻ ചക്രബർത്തിയാണ്. ഇനി എക്സാമിന് ചോദിക്കാം, ജനിതകമാറ്റം വരുത്തിയ ആദ്യ പശു ഏതാണ്? അതിന്റെ പേരാണ് റോസി എന്ന് പറയും. പഠിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ജനിതകമാറ്റം വരുത്തിയ ആദ്യ പശുവാണെന്ത്? റോസി. നമ്മൾ ഈ ജനിതകമാറ്റം വരുത്തിയ ജീവികളെ നമ്മൾ ട്രാൻസ്ജെനിക് എന്നൊക്കെ പറയും കേട്ടോ. നിങ്ങൾ ആ വാക്ക് കേട്ടാലും പേടിക്കണ്ട. ട്രാൻസ്ജെനിക് ജനിതകമാറ്റം വരുത്തിയ ജീവികളെ നമ്മൾ സാധാരണ ട്രാൻസ്ജെനിക് ജീവികൾ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അഥവാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വാക്ക് കണ്ടാലും പേടിക്കണ്ട. ജനിതകമാറ്റം വരുത്തിയ ജീവികളെയാണ് നമ്മൾ ട്രാൻസ്ജെനിക് എന്ന് പറയുന്നത്. ഇനി ജനിതകമാറ്റം വരുത്തിയ ആദ്യ കുരങ്ങിന്റെ പേര് ചോദിക്കാം.
ഇവിടെ ജനിതകമാറ്റം വരുത്തിയ ആദ്യ കുരങ്ങിന്റെ പേരാണ് ANDI എന്ന് പറയും. നമ്മൾ ആൻഡി എന്ന് പറയും. ANDI, ANDI. ഓക്കെ. നിങ്ങളിങ്ങോട്ട് മാറ്റി എഴുതി തരാം. AND, ഓക്കെ, ANDI അല്ലേ? ഇനി നിങ്ങൾ തിരിച്ചു വായിച്ച് DNA എന്നല്ലേ വായിക്കുന്നത്? ആണോ? അതാണ് അതിന്റെ പേര്. ഈ I എന്ന് പറഞ്ഞാൽ ഇൻസേർട്ടഡ് കേട്ടോ. ഇൻസേർട്ടഡ് DNA അതാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. ഇൻസേർട്ടഡ് DNA നമ്മൾ തിരിച്ചതിനെ എന്താണ് ആന്റി എന്ന് വായിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇൻസേർട്ടഡ് DNA അതായത് ഇതാണ് ആന്റി എന്ന് പറയുന്നത്. അപ്പൊ ജനിതകമാറ്റം വരുത്തിയ എണ്ണ കുടിക്കുന്ന ബാക്ടീരിയ ആണെങ്കിൽ സൂപ്പർ ബഗുകളാണ്. ജനിതകമാറ്റം വരുത്തിയ ആദ്യ പശുവാണെങ്കിൽ റോസിയാണ്. ജനിതകമാറ്റം വരുത്തിയ ആദ്യ കുരങ്ങാണെങ്കിൽ ആൻജിയാണ്. ഇവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ ടെട്ര എന്ന് പറയും അല്ലെ? എന്താ കുട്ടികളെ ടെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ക്ലോൺ ചെയ്ത ആദ്യ കുരങ്ങാണ്. തിരിഞ്ഞു പോകല്ലേ, രണ്ട് വ്യത്യസ്തമാണ് കേട്ടോ. ക്ലോൺ ചെയ്ത ആദ്യ കുരങ്ങാണ് ടെട്ര. ക്ലോണിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഇയാൻ വിൽമുട്ടിന്റെ ക്ലോണിംഗ്, ഡോളി എന്ന ചെമ്മരിയാടിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം ഇല്ലയോ? 1997 ഇയാൻ വിൽമുട്ടാണ് ക്ലോണിങ്ങിലൂടെ ഡോളി എന്ന് പറയുന്ന ചെമ്മരിയാടിനെ വികസിപ്പിച്ചെടുത്തത് ഇല്ലയോ? അങ്ങനെ ഉണ്ടായ ഒരു കുരങ്ങാണ് ടെട്ര. അപ്പൊ ക്ലോണിങ്ങിലൂടെ ഉണ്ടായ ആദ്യ കുരങ്ങ് ടെട്രയാണ്. ക്ലോണിങ്ങിലൂടെ ഉണ്ടായ ആദ്യ കുരങ്ങ് ടെട്രയാണെങ്കിൽ ജനിതകമാറ്റം വരുത്തിയ ആദ്യ കുരങ്ങാണെങ്കിൽ അത് ആന്റിയാണ്. തിരിഞ്ഞു പോകരുത്, തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ജനിതകമാറ്റം വരുത്തിയ ആദ്യ കുരങ്ങാണെങ്കിൽ ആന്റിയാണ്. എന്നാൽ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത ആദ്യ കുരങ്ങാണെങ്കിൽ ടെട്രയാണ്. ഇനി എക്സാമിൽ ചോദിക്കാം നിങ്ങൾക്ക്, ജനിതകമാറ്റം വരുത്തിയ കീടങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വിളകൾക്ക് ഉദാഹരണങ്ങൾ ചോദിക്കാം. ഒന്നുകൂടെ പറയാം, എഴുതി വെക്കേണ്ട പോയിന്റാണ്. ജനിതകമാറ്റം വരുത്തിയ കീടങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വിളകൾക്ക് ഉദാഹരണങ്ങൾ. ഒന്നുകൂടെ പറയാം, ജനിതകമാറ്റം വരുത്തിയ കീടങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വിളകൾക്ക് ഉദാഹരണങ്ങൾ. ഇതിന് ഉദാഹരണങ്ങളാണ് ഏതൊക്കെ? നമ്മുടെ BT കോട്ടൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എന്താ കുട്ടികളെ? BT കോട്ടൺ കേട്ടിട്ടുണ്ടോ? അതേപോലെ BT വഴുതന കേട്ടിട്ടുണ്ടാകാം. BT വഴുതന അല്ലെ? ആണല്ലോ. അതേപോലെ BT തക്കാളി ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അല്ലെ? ഇതൊക്കെ എന്താണ്? ജനിതകമാറ്റം വരുത്തിയ കീടങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വിളകൾക്ക് ഉദാഹരണങ്ങളാണ്. BT കോട്ടൺ, BT വഴുതന, BT തക്കാളി. ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം, BT കോട്ടണിലെ BT എന്താണ് അർത്ഥമാക്കുന്നത്? മക്കളെ, BT എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയയുടെ പേരാണ് ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയും. നിങ്ങൾ ആ പേര് പഠിച്ചു വെക്കണേത്. നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ BT യെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ബാസിലസ് തുറിഞ്ചിയൻസിസ്, ബാസിലസ് തുറിഞ്ചിയൻസിസ്, തുറിഞ്ചിയൻസിസ്, ബാസിലസ് തുറിഞ്ചിയൻസിസ്. ഇതാണ് നമ്മുടെ BT എന്ന് പറയുന്നത്. ബാസിലസ് തുറിഞ്ചിയൻസിസ്. ഇതൊരു ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയയുടെ DNA-യിൽ ഒരു ജീൻ ഉണ്ട്. നമ്മൾ ആ ജീനെ മുറിച്ചെടുത്തിട്ട് നമ്മൾ ഈ കോട്ടണിലേക്കും വഴുതനയിലേക്കും തക്കാളിയുടെയൊക്കെ DNA-യിലോട്ട് ചേർത്ത് വെക്കുന്നു. അത്രേ ഉള്ളൂ. വലിയ പ്രോസസ് ആണ്. മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പഠിച്ചാൽ മതി. ഈ ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ ഒരു ജീൻ ഉണ്ട്. ആ ജീന്റെ പേരുകളൊന്നും നിങ്ങൾക്ക് വേണ്ട. ക്രൈ ജീൻ എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ട്. പേരുകളൊന്നും പഠിക്കണ്ട കേട്ടോ, പറഞ്ഞതേ ഉള്ളൂ. ബാസിലസ് തുറിഞ്ചിയൻസിസിൽ ക്രൈ ജീൻ എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ട്. ഈ ക്രൈജീനെ നമ്മൾ മുറിച്ചെടുത്തിട്ട് നമ്മൾ ഈ കോട്ടൺ പ്ലാന്റിലേക്കും വഴുതനയുടെയോ തക്കാളിയുടെ DNA-യിലോട്ട് ചേർത്ത് വെക്കും, ലിഗേസിന്റെ ഹെൽപ്പോട് കൂടി. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നവരാണിത്. ഈ ക്രൈജീൻ ഒരു വിഷത്തെ ഉണ്ടാക്കും. ഈ വിഷം പല കീടങ്ങളെയും കൊല്ലും അത്. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ നമുക്ക് ഡീറ്റെയിലേക്ക് ഒന്നും പോകണ്ട. അപ്പൊ ഞാൻ റിവൈസ് ചെയ്ത് തരാലോ. അപ്പൊ ജനിതകമാറ്റം വരുത്തി എണ്ണ കുടിക്കുന്ന ബാക്ടീരിയകളാണെങ്കിൽ സൂപ്പർ ബഗുകൾ. വികസിപ്പിച്ചെടുത്തത് ആരായിരുന്നു? ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. ജനിതകമാറ്റം വരുത്തിയ ആദ്യ പശുവാണെങ്കിൽ റോസിയാണ്. ജനിതകമാറ്റം വരുത്തിയ ആദ്യ കുരങ്ങാണെങ്കിൽ ആന്റിയാണ്. ജനിതകമാറ്റം വരുത്തിയ കീടങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വിളകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? BT കോട്ടണ്, BT വഴുതന, BT തക്കാളി. ഇതിൽ BTയിൽ എന്താ നിങ്ങളെ അർത്ഥമാക്കുന്നത്? ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന ഒരു ബാക്ടീരിയ ആണ്. കിട്ടിയല്ലോ? ക്ലിയർ ആണല്ലോ? നന്നായിട്ട് പഠിക്കുക. ഈ ചോദ്യങ്ങളൊക്കെ എക്സാമിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഓക്കെ. ഇന്ന് റീസെന്റ് ആയിട്ട് പല എക്സാമിനും ചോദിക്കുന്നതാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു DNA-യിൽ ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട്. DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ്. നമ്മൾ DNA പ്രൊഫൈലിംഗിനെ തന്നെയാണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് വിളിക്കുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ DNA ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. കേട്ടോ, എല്ലാം ഒന്ന് തന്നെയാണ്.
അപ്പൊ DNA ഫിംഗർ പ്രിന്റിംഗ് എന്നോ DNA പ്രൊഫൈലിംഗ് എന്നോ DNA ടെസ്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ സെയിം തന്നെയാണ്. ഇത് വികസിപ്പിച്ചെടുത്ത ആളുടെ പേര് പലപ്പോഴും എക്സാമിന് വന്നിട്ടുണ്ട്. അലൻ ജെഫ്രി ആണ്. ചോദ്യങ്ങളെല്ലാം ഡയറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് കണ്ടാലോ, DNA പ്രൊഫൈലിംഗ് എന്ന് കണ്ടാലോ, DNA ടെസ്റ്റ് എന്ന് കണ്ടാലോ അത് ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഈ ടെക്നോളജി വികസിപ്പിച്ചെടുത്ത ആളുടെ പേരെന്താ? അലൻ ജെഫ്രി. എന്താ ആളുടെ പേര്? അലൻ ജെഫ്രി ആണ്. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാം. അതായത് ഇതായിരിക്കാം നിങ്ങളുടെ ചോദ്യമായിട്ട് എത്തുക. കുടുംബ പാരമ്പര്യം കണ്ടെത്താനും മാതൃ-പിതൃ തർക്കങ്ങളിൽ യഥാർത്ഥ മാതാപിതാക്കളെ തിരിച്ചറിയാനും ഒക്കെ പ്രകൃതിക്ഷോഭം, യുദ്ധം തുടങ്ങിയ കാരണങ്ങളാൽ നഷ്ടപ്പെട്ടവരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്താനും തിരിച്ചറിയാനും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? അത് DNA പ്രൊഫൈലിംഗ് ആണ്, അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിന്റിംഗ് ആണ്, അല്ലെങ്കിൽ DNA ടെസ്റ്റ് ആണ്. ഇതായിരിക്കും എക്സാമിന് ചോദിക്കുക കേട്ടോ. ഇപ്പൊ കുടുംബ പാരമ്പര്യം കണ്ടെത്താനും മാതൃ-പിതൃ തർക്കങ്ങളിൽ നിങ്ങൾക്കറിയാം പിതൃത്വം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് DNA ടെസ്റ്റ് അല്ലേ ഇത്? ഇത് തന്നെ. പ്രകൃതിക്ഷോഭം, യുദ്ധം തുടങ്ങിയ കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോയത് തിരിച്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിടിക്കാനും, അല്ലെ മിസ്സിംഗ് ആയ ആൾക്കാരൊക്കെ ഇല്ലേ, ചെറുപ്രായത്തിലൊക്കെ മിസ്സിംഗ് ആയ ആൾക്കാർ പിന്നീട് തിരിച്ചെത്തുമ്പോൾ ഇവർ അവർ തന്നെയാണോ എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇത് DNA ഫിംഗർ പ്രിന്റിംഗ്, അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ്, അല്ലെങ്കിൽ DNA ടെസ്റ്റ്. കിട്ടിയാലോ? അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ആളുടെ പേര് അലൻ ജെഫ്രി എന്നാണ്. ഇനി ഇവിടെ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം ജൈവായുധങ്ങൾ. നിങ്ങൾ ഡെഫിനിഷൻ മാത്രം ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. അതായത് ജനിതക മാറ്റം വരുത്തി സൃഷ്ടിക്കുന്ന മാരക രോഗാണുക്കളെയും ജൈവ സാങ്കേതിക വിദ്യയിലൂടെ പെരുപ്പിച്ചെടുക്കുന്ന രോഗാണുക്കളെയും ശത്രുക്കളുടെ മേൽ പ്രയോഗിക്കുന്ന യുദ്ധരീതിയാണെന്ത്? ജൈവയുദ്ധം അല്ലെ? നമുക്കറിയാം നമ്മൾ നോർമൽ യുദ്ധം പോലെയല്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള ചില വൈറസുകളെയും ചില ബാക്ടീരിയകളെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ അവർ അറിയാതെ കൊണ്ടുപോയി ഇടും അല്ലെ? നമ്മൾ ഈ 7ാം അറിവ് സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, സൂര്യയുടെ അല്ലെ? അവിടെ നമ്മൾ കണ്ടതാണ്. ഒരു ചൈനീസിൽ നിന്ന് ഒരാൾ വന്നിട്ട് ആ സിനിമയിൽ നമ്മൾ കണ്ടതാണ് അല്ലെ? ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന വൈറസുകളെയും അതേപോലെ ഉണ്ടാക്കിയെടുക്കുന്ന ബാക്ടീരിയകളൊക്കെ ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയകളെയും വൈറസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് അവർ മറ്റു പല രാജ്യങ്ങളിലേക്ക് കൊണ്ടിടും അത്. അപ്പൊ ആ രാജ്യത്തുള്ള ജനങ്ങൾക്കെല്ലാം പല പല അസുഖങ്ങൾ ബാധിച്ച് അവരൊക്കെ നശിച്ചു പോകും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജൈവ ആയുധങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ഇതിനെ ജൈവ യുദ്ധം അല്ലെങ്കിൽ ബയോ വാർ എന്നൊക്കെ പറയും. അപ്പൊ ആ ഡെഫിനിഷൻ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. കിട്ടിയല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി കുറെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ 2020 UPSCയുടെ ചോദ്യമായിരുന്നു. ഒന്ന് നോക്കിക്കോ. ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം ഏതാ? ചോദ്യം നോക്ക്. ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗിക്കുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം ഏതാ? നമ്മൾ പഠിച്ചതാണ്. നമ്മൾ മനുഷ്യന്റെ ഇൻസുലിൻ ജീനെ മുറിച്ചെടുത്തിട്ട് ബാക്ടീരിയയുടെ പ്ലാസ്മിഡിലേക്കല്ലേ കൂട്ടിച്ചേർത്ത് വെച്ചത്, ഇല്ലയോ? ഇപ്പൊ ഇവിടെ വാഹകരായിട്ട് ആരോപിക്കുന്ന കുട്ടികളെ പ്ലാസ്മിഡിനെയാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? 2020 UPSCയുടെ ചോദ്യമായിരുന്നു. ഇനി 2023 നടന്ന ഒരു സ്പെഷ്യൽ UP എക്സാമിന്റെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കേ. കുഞ്ഞിന്റെ പിതൃത്വമോ മാതൃത്വമോ നിർണ്ണയിക്കാനും ശരീരാവശിഷ്ടങ്ങളിൽ നിന്നോ വിരലടയാളങ്ങളിൽ നിന്നോ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യയായ DNA ഫിംഗർ പ്രിന്റിംഗിന്റെ പിതാവ് ആരാണ്? ആരാണ് കുട്ടികളെ അത്? ആൻസർ പറഞ്ഞേ. അലൻ ജെഫ്രി. ആരാണത്? അലൻ ജെഫ്രി ആണ്. അലൻ ജെഫ്രി. ക്ലിയർ ആണല്ലോ അത്? അലൻ ജെഫ്രി. DNA ഫിംഗർ പ്രിന്റിംഗ് എന്നോ DNA പ്രൊഫൈലിംഗ് എന്നോ ഒക്കെ ചോദിക്കാം. DNA ടെസ്റ്റ് എന്നൊക്കെ ചോദിക്കാം. ഇനി TH മോർഗൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? TH മോർഗൻ എന്തായിരുന്നു? ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജെനറ്റിക്സ് ആണ്, ഇല്ലയോ? പരീക്ഷണാത്മക ജനിതക ശാസ്ത്രത്തിന്റെ പിതാവാണ്. എഴുതി വെച്ച വേണമെങ്കിൽ പരീക്ഷണാത്മക പരീക്ഷണാത്മക ജനിതക ശാസ്ത്രത്തിന്റെ പിതാവാണ്. ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജെനറ്റിക്സ് ആണ് ആര്? TH മോർഗൻ. ഓക്കെ. കാരി മുല്ലിസ് ആണ് PCR എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. നിങ്ങൾ RT-PCR എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ കോവിഡ് സമയത്തൊക്കെ RT-PCR ടെസ്റ്റ്, റിയൽ ടൈം PCR ടെസ്റ്റ്. PCR ഫുൾ ഫോം ആണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അത് നിങ്ങൾക്ക് വേണ്ട. ആ PCR ഡെവലപ്പ് ചെയ്തെടുത്തത് കാരി മുല്ലിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ.
ഇതൊരിക്കൽ റീസെന്റ് ആയിട്ട് വന്നതാണ്. പ്രകൃതിയുടെ സ്വന്തം ജനറ്റിക് എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന സൂക്ഷ്മാണു ഏതാണ്? മക്കളെ ഏത്? അഗ്രോ ബാക്ടീരിയമാണ്. നമുക്കറിയാം നമ്മൾ ഈ സസ്യങ്ങളിലേക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബിടി ആ ബാക്ടീരിയയിൽ നിന്ന് ജീനെ മുറിച്ചെടുത്തിട്ട് എവിടേക്കാണ് കോട്ടണിലേക്ക് നമ്മൾ കൊടുക്കുന്നു പറഞ്ഞു, തക്കാളിയിലേക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ഇത്. അപ്പൊ അങ്ങനെ കൊടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വാഹകർ ആരാണിത്? അഗ്രോ ബാക്ടീരിയം എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ്. അപ്പൊ സസ്യങ്ങളിലേക്ക് ജീനുകളെ നമ്മൾ ഡെലിവർ ചെയ്യാൻ വേണ്ടി സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെക്ടറാണ്, ഒരു വാഹകരാണ് എന്ത്? അഗ്രോ ബാക്ടീരിയം. അതുകൊണ്ടാണ് പ്രകൃതിയുടെ സ്വന്തം ജനറ്റിക് എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന സൂക്ഷ്മാണു അഗ്രോ ബാക്ടീരിയം ആണ്. കേട്ടോ? ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി നവീന ജനിതക എഞ്ചിനീയറിംഗ് അല്ലാത്തത് ഏതാണ്? ചോദിക്കാം. ആൻസർ പറയാമോ നിങ്ങൾക്ക്? നവീന ജനിതക എഞ്ചിനീയറിംഗ് അല്ലാത്തത് ഏതാണ്? നമുക്കൊരു DNA പ്രൊഫൈലിംഗ് നവീനമാണ്. ജീൻ മാപ്പിംഗ് നവീനമാണ്. DNA ഫിംഗർ പ്രിന്റിംഗ് നവീനമാണ്. ഇപ്പൊ എക്സ്റേ ഡിഫ്രാക്ഷൻ ആണ്. ഇല്ലേ? എക്സ്റേ ഡിഫ്രാക്ഷൻ നവീനമായിട്ടുള്ള ജനിതക എഞ്ചിനീയറിംഗ് അല്ല. അത് നേരത്തെ ഉണ്ടായിരുന്ന ഒന്നാണ്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ നാളെയുടെ ജനിതകം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോയിന്റ്സുകളൊക്കെ ഞാൻ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ പ്രത്യേകം എഴുതി വെച്ച് തന്നെ പഠിക്കുക നിങ്ങളത്. കഴിഞ്ഞ UPSCക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി വരുന്ന എക്സാംസിന് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ജനറ്റിക്സിന്റെ 1, 2 ഭാഗങ്ങൾ എടുക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ക്ലാസ് നന്നായിട്ട് കാണുക, പോയിന്റ്സുകൾ എഴുതി വെക്കുക, പഠിക്കുക. ഓക്കെ. പിന്നീട് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ ലൈക്കാണ് നമ്മളുടെ ATP എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ കമന്റുകൾ ചെയ്യണം ഉറപ്പായിട്ടും, സജഷൻസുകളൊക്കെ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അപ്പൊ ശരി കുഞ്ഞുങ്ങളെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ബൈ, ടാറ്റ, ടേക്ക് കെയർ.